വെൽക്കം ടു ആൾ. ഐ ആം സതീഷ് കുമാർ. നമ്മളിന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് റെക്ടിഫയർ സർക്യൂട്ടുകളുടെ സർക്യൂട്ട് ഡയഗ്രവും പിന്നെ അതുപോലെ തന്നെ ഒരു DSO ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പിലൂടെ അതിന്റെ വേവ് ഫോമുകളും അത് ബ്രെഡ് ബോർഡിൽ എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്നിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, നമ്മളിന്നിപ്പോ ആദ്യം നോക്കുന്നത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ടാണ്. ഓക്കെ, ഫുൾ വേവ് സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ സർക്യൂട്ടാണ്. ഇപ്പൊ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഡയോഡുകളും ഒരു റെസിസ്റ്ററും മാത്രം. ഞാൻ കപ്പാസിറ്റർ കാണിച്ചിട്ടില്ല. ഇത്രയും വെച്ച് നമ്മൾ വയർ ചെയ്തിരിക്കുന്നു, ബ്രെഡ് ബോർഡിൽ വയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 2 ബ്രെഡ് ബോർഡിന്റെയും 2 ഡയോഡിന്റെയും പോസിറ്റീവുകൾ ഒരേ സൈഡിലും ഇവിടെ നെഗറ്റീവുകൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നു. അതിൽ നിന്ന് 2 നെഗറ്റീവുകളും ഒരുമിച്ച് വരുന്ന നമ്മുടെ DC ഔട്ട്പുട്ടാണ്. അവിടെ നിന്ന് റെസിസ്റ്റർ പുറത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനിയിപ്പോ അടുത്തതെന്ന് പറയുന്നത് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ബ്രെഡ് ബോർഡ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ആ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് വെയർ 2 എണ്ണം ഒക്കെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടും അതോടൊപ്പം തന്നെ DSOയിലേക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ CROയിലേക്ക് കൊടുക്കേണ്ട വയറുകളെയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് സപ്ലൈ കൊണ്ടുവച്ചു, ഡയോഡിന്റെ ഒരു എൻഡിൽ കൊടുത്തു, പോസിറ്റീവിൽ കൊടുത്തു, നെഗറ്റീവ് എൻഡിൽ നമ്മൾ റെസിസ്റ്റൻസ് വെച്ചു. അവിടെ റെസിസ്റ്റൻസിന്റെ അടുത്ത് എന്റെ വേറൊരു പോയിന്റ് കൊണ്ടുവച്ചു, അവിടെ നമ്മൾ ഔട്ട്പുട്ട് ആക്കി എടുത്തു. ഓക്കെ, ഇതിപ്പോ ഒരു ഹാഫ് റെക്ടിഫയറിന്റെ തന്നെ വേറൊരു ഓപ്ഷനാണ്. നമുക്ക് നേരത്തെ കണ്ട പിക്ചറിന്റെ തന്നെ തിരിച്ചുള്ള ഓപ്ഷനാണ്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും 2 ഡയോഡുകളും 2 ഫുൾ വേവ് സെന്റർ ടാപ്പിന്റെ 2 സൈഡുകളും 2 എൻഡിലാണ്. അവിടെ 2 വന്നിരിക്കുന്ന വൈറ്റ് വയറും റെഡ് വയറും എന്ന് പറയുന്നത് 2 ട്രാൻസ്ഫോമറിന്റെ 2 എൻഡുകൾ, 2 6കളാണ്. എന്നിട്ട് ആ 2 എൻഡിന്റെയും 2 ഡയോഡിന്റെയും നെഗറ്റീവുകൾ ഒരേ സ്ഥലത്ത് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ടിൽ നിന്ന് റെസിസ്റ്റർ വന്നിട്ടുണ്ട്. ആ റെസിസ്റ്റർ വന്ന സ്ഥലത്തിലാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ 0 പോയിന്റ് വന്ന് കയറുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ ഇതൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമുക്കിവിടെ കാണാൻ കഴിയും 2 പോസിറ്റീവുകൾ ഒരുമിച്ച് വരുന്നിടം നമ്മുടെ നെഗറ്റീവിന്റെ ഔട്ട്പുട്ടും 2 നെഗറ്റീവുകൾ ഒരുമിച്ച് വരുന്നിടം പോസിറ്റീവ് ഔട്ട്പുട്ടും ഓരോ പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന എൻഡുകളും, അതായത് നടുക്ക് കിടന്ന അപ്പുറപ്പുറമുള്ള ഇടം, അത് 2 നമ്മുടെ സപ്ലൈകളാണ്. ഇനി ഒരു റെഡ് വയർ പുറത്തേക്ക് വലിച്ചിരിക്കുന്ന കാണാം. അതെന്ന് പറയുന്നത് ഇത്രയും ലെങ്തി ആയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഔട്ട്പുട്ടിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അടുത്തടുത്ത് വരാൻ, അതായത് റെസിസ്റ്റൻസിന്റെ കാലിന് അത്ര നീളമില്ലാത്തതുകൊണ്ട് അതിങ്ങോട്ട് ലൂപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിന്റെ തന്നെ വേർഷലാണ്. അത് കപ്പാസിറ്റർ കൂടെ ഫിറ്റ് ചെയ്ത ശേഷം ആ റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് കറക്റ്റ് പൊളാരിറ്റി നോക്കി പോസിറ്റീവ് നെഗറ്റീവ് നോക്കി തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ഹാഫ് റെക്ടിഫയറിന്റെ CROയിൽ അല്ലെങ്കിൽ DSOയിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പില് നമുക്ക് കാണുന്ന വേവ് ഫോം നോക്കാം. ഇവിടെ നമ്മൾ AC വേവ് ഫോം നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, CROയുടെ വേവ് ഫോമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. AC വേവ് ഫോം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിന്റെ പോസിറ്റീവ് പീക്ക് നെഗറ്റീവ് പീക്കും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ തിരിച്ച് ആ ഒരു ഇതിന്റെ തന്നെ വിത്തൗട്ട് ഫിൽറ്റർ പൾസുവേറ്റിംഗ് DC നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ്. ഫിൽറ്റർ ഇല്ലാതെ റെസിസ്റ്റൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിരിക്കുകയാണ്. അപ്പൊ അത് കാണാൻ നിങ്ങൾക്ക് സെക്കൻഡ് ഹാഫുകൾ കട്ടായി പൊക്കിയിരുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഞാനൊരു 100 മൈക്രോഫാരഡിന്റെ ഒരു കപ്പാസിറ്റർ എടുത്ത് ഫിൽറ്റർ ചെയ്തപ്പോൾ കണ്ട വേവ് ഫോമാണ്. അപ്പൊ ഡിസ്ചാർജിങ്ങിന്റെ ഹൈറ്റും ആ ലെങ്ത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ വലിയൊരു ഞാനൊരു 470 മ്യൂഫിന്റെ കപ്പാസിറ്റി ഇട്ടപ്പോൾ കണ്ടോ ഏകദേശം DCയോട് അടുത്തെത്തുന്നു. ഇനി നമുക്ക് ബ്രിഡ്ജിന്റെ ഒക്കെ വേവ് ഫോം കാണുമ്പോൾ അറിയാം, ഏകദേശം സ്ട്രേറ്റ് DC തന്നെ, പ്യൂർ DC തന്നെ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത നോക്കാം. ഓക്കെ, ഇതൊരു ഫുൾ വേവ് സെന്റർ ടാപ്പ് റെക്ടിഫയറിന്റെ CRO വേവ് ഫോം ആണ്. ഞാനിപ്പോ AC കാണിക്കുന്നില്ല തൽക്കാലം. ഇവിടെ നമുക്ക് DC ഔട്ട്പുട്ട് ഫിൽറ്റേഡ് ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാനൊരു 10 മൈക്രോഫാരഡിന്റെ ഒരു 10 മ്യൂഫിന്റെ ഒരു കപ്പാസിറ്റർ ഇട്ടപ്പോൾ ഫിൽറ്റർ ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്ന് നോക്കിയേ. വളരെ ചെറിയൊരു വ്യത്യാസമേ അവിടെ വന്നിട്ടുള്ളൂ. കണ്ടോ, അതായത് ഡിസ്ചാർജ് ചെയ്താൽ പോലും അത് നമുക്ക് കാണുന്നില്ല. 0.1 വോൾട്ടൊക്കെ വേരിയേഷൻ അവിടെ വരുന്നുള്ളൂ. ഞാൻ കുറച്ചുകൂടെ മാറ്റിയിട്ട് ഒരു 100 മ്യൂഫിന്റെ കപ്പാസിറ്റി ഇട്ടപ്പോൾ 63 മ്യൂഫിന്റെ കപ്പാസിറ്റി ഇട്ടപ്പോൾ കണ്ടോ ആ ഹൈറ്റ് കണ്ടോ കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആയി തുടങ്ങി. ഞാനൊരു 470 മ്യൂഫിന്റെ കപ്പാസിറ്റി ഇട്ടപ്പോൾ കണ്ടോ ഏകദേശം DC ആയി മാറി നിൽക്കുന്നു. അപ്പോഴും ആ പോസിറ്റീവ് പീക്കിന് യാതൊരുവിധ മാറ്റവുമില്ല. ഓക്കെ, ഇനി നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയർ എങ്ങനെ നോക്കാം. ഞാനത് AC കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇവിടെ നോക്കുക, ആ AC യുടെ അതിനകത്ത് നമ്മൾ
എന്താണ്, വിത്തൗട്ട് ഫിൽറ്റർ പൾസേറ്റിംഗ് DC ആണിത്. ഫുൾ വേവും കിട്ടുന്നുണ്ട്, നെഗറ്റീവ് വേവും കൂടെ നമുക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. ഇനി അതേസമയം നമുക്കിവിടെ നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 47 മ്യൂഫിന്റെ കപ്പാസിറ്റർ ഇട്ടപ്പോൾ എത്രമാത്രം വ്യത്യാസം വന്നു എന്ന് കണ്ടോ. ആ തൊട്ട് മുകളിൽ കാണുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ. ഇനി നമുക്കൊരു 470 മ്യൂഫ് ഇട്ടപ്പോഴോ കണ്ടോ, 47 470 വ്യത്യാസം ഏകദേശം പ്യുവർ DC ആയി തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ നോക്കുക, നമ്മള് ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഫുൾ സെല്ലർ ടാപ്പ് പോലെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാ ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രമാണ്. ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വീഡിയോ കുറച്ച് ലോങ് ആയി പോകുമായിരിക്കും, കുഴപ്പമില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. ഇവിടെ നമുക്ക് സപ്ലൈ വന്ന് A എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ നിന്ന് D2ലേക്കും D1ലേക്കും പോകുന്നുണ്ട്. പക്ഷേ സപ്ലൈ ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിള് ഇപ്പോൾ നേരെ D2ലേക്ക് എത്തുന്നു. D2 റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് അതിലേക്ക് കടത്തിവിടത്തില്ല. D1 ഫോർവേഡ് ബയാസ് ആയതുകൊണ്ട് അതിലേ വന്ന് തിരിച്ച് D4ലേക്ക് എത്തുമ്പോൾ D4 റിവേഴ്സ് ബയാസ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാതെ അവിടെ സ്റ്റോപ്പ് ആവും. അതേസമയം ആ സപ്ലൈ എന്ന് പറയുന്നത് സെന്ററിലെ ആ D1ന്റെയും D4ന്റെയും കോമ്പൗണ്ടിലുള്ള D എന്ന് പറയുന്ന പോയിന്റിലുള്ള സെന്റർ പോയിന്റിലെത്തി അവിടെ നിന്നും RL റെസിസ്റ്റീവ് ലോഡ് വഴി C എന്ന പോയിന്റിലെത്തി അവിടെ നിന്ന് നമ്മുടെ നെഗറ്റീവ് ഔട്ട്പുട്ടായി പോകുന്നു. അതേസമയം മറു സൈഡിലെ B എന്ന് പറഞ്ഞ പോയിന്റിലെത്തുമ്പോൾ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിള് നേരെ രണ്ട് ഡയോഡിലേക്കും D3 D4ലേക്കും D3ലേക്ക് പോകത്തില്ല, D4 വഴി നമുക്ക് റെസിസ്റ്റീവ് ലോഡ് വഴി തിരിച്ച് നെഗറ്റീവ് സൈക്കിളും കിട്ടുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പോസിറ്റീവും നെഗറ്റീവ് സൈക്കിൾ ഇങ്ങനെ എപ്പോഴും, അതായത് രണ്ട് പോസിറ്റീവ്സ് വരുന്നിടം നമ്മുടെ നെഗറ്റീവ് ഔട്ട്പുട്ടും രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് ജോയിന്റ് ആവുന്നിടം നമ്മുടെ പോസിറ്റീവ് ഔട്ട്പുട്ടുമായിട്ട് നമുക്കിങ്ങനെ സപ്ലൈ കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് പലർക്കും വരയ്ക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് മാറ്റാനായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് നോക്കുക. ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കിയേ, നമ്മൾ ആദ്യം ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക. ആ റെക്ടാങ്കിളിലേക്ക് 3 ആരോസ് വരയ്ക്കുക, 4 ആരോസ് വരയ്ക്കുക. അതിനകത്ത് ഒന്ന് D1 D2 ഈ കാണുന്ന പോലെ D3 D4 വരയ്ക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ആരോകളെല്ലാം ഡയോഡാക്കുക. ഡയോഡാക്കാൻ എളുപ്പമാണ്. അതിന്റെ ഫിനിഷിംഗ് എൻഡിൽ ആ കൂർത്ത ഭാഗത്ത് നമ്മളൊരു വര വരച്ചാൽ തന്നെ അത് നെഗറ്റീവായി മാറി. ഓക്കെ, ഇനിയിപ്പോ നോക്കിക്കേ, നമുക്ക് എളുപ്പം മനസ്സിലാവും. ആ D1ഉം D2ഉം ഒന്ന് നിൽക്കുന്നത് നെഗറ്റീവിന്റെ ജോയിന്റ് ആണ്. ആ D1ഉം D2ഉം ജോയിൻ ചെയ്യുന്ന ആ പോർഷനെ നമുക്ക് പോസിറ്റീവ് ഔട്ട്പുട്ട് ആയിട്ടും, ഇനി അതുപോലെ D4 D3 ജോയിന്റ് ആവുന്നത് രണ്ടിന്റെ പോസിറ്റീവ് സൈക്കിളാണ് ഔട്ട് ആവുന്നത്, അത് നമ്മുടെ നെഗറ്റീവ് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. DSOയിലും അല്ലെങ്കിൽ CROയിലൊക്കെ നമ്മൾ കണ്ട വേവ് ഫോം നിങ്ങൾ കണ്ടു. നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം കിട്ടേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നതിന് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ അനുസരിച്ച് നമ്മളെപ്പോഴും വേവ് ഫോം എക്സാമിന് വരയ്ക്കുമ്പോൾ ചെറിയ കപ്പാസിറ്റേഴ്സ് ഇടുക. കാര്യം അതിലൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആവാതെ ചെറിയൊരു ഷേപ്പിൽ നിന്നാൽ മാത്രമേ നമുക്ക് വേവ് ഫോം വരയ്ക്കാനുള്ള ഔട്ട്പുട്ട് കിട്ടിയതായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമ്മൾ ആ ബ്രിഡ്ജ് റെക്ടിഫയർ വരയ്ക്കുന്നതിനുള്ള ഏകദേശം ഒരു എളുപ്പ വഴിയും ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.